ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഇന്നലെ രാത്രിയിൽ ദൈവത്തിന്റെ തിരുവചനത്തിന് മുമ്പിലായിരിക്കാൻ കർത്താവ് നമുക്ക് തരുന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സൂമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം. പ്രൈസ് ദി ലോർഡ്. അതോടൊപ്പം തന്നെ എല്ലാവരും സന്തോഷമായും സൗഖ്യമായും ഇരിക്കുന്നു എന്ന് കരുതുന്നു. കർത്താവ് നമ്മെ ധന്യമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ ആഗ്രഹിക്കുന്നത് നമുക്ക് ആശ്വാസത്തിനും വിടുതലിനും പ്രത്യാശയ്ക്കും ഉറപ്പിനും ദൈവകൃപയ്ക്കുമൊക്കെ കാരണമാണ്. അല്പസമയം ദൈവത്തിന്റെ വചനം ശ്രമിക്കുക എന്നുള്ളത് ഈ ലോകത്തിന്റെ ചിന്തകളിൽ നിന്നകന്ന് ആത്മീയ വിഷയങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ മാറ്റുമ്പോൾ ദൈവവുമായിട്ടുള്ളതായ വ്യക്തമായ ഒരു ബന്ധം നമുക്ക് തുടർന്നു പോകുവാനായിട്ട് കഴിയും. നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ നിയമ ആരാധനയോടുള്ളതായ ബന്ധത്തിൽ സമാഗമന കൂടാരത്തിന്റെ കാര്യമാണ്. ദൈവത്തിന്റെ മാനവജാതിയുടെ വീണ്ടെടുപ്പിന്റെ പദ്ധതിയാണ് വേദപുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കാണുന്നത്. ആ വീണ്ടെടുപ്പിന്റെ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നതായ ദൈവിക വിഷയങ്ങളാണ് നമ്മുടെ പഠന വിഷയം. വേദപുസ്തകം മുഴുവനും അത് ദൈവത്തിന്റെ പദ്ധതികളാണ്. പ്രൈസ് ദി ലോർഡ്. ഒടുവിലത് പരിപൂർണമായ വിജയത്തിലേക്ക് എത്തിച്ചേരുന്നതായ ദൈവം എന്താണോ ഉദ്ദേശിച്ചത് അതേ ആ നിറവിലേക്ക് എത്തിച്ചേരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ആ രീതിയിൽ നമുക്ക് ദൈവത്തിന്റെ തിരുവചനം മനസ്സിലാക്കുവാനും പഠിക്കുവാനും കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യ പദവി. സമാഗമന കൂടാരത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ നാം ഇതിനോടകം സമാഗമന കൂടാരത്തിനകത്തുള്ളതായ മൂന്ന് ഉപകരണങ്ങളെ നമുക്ക് പഠിക്കുവാനായിട്ടിടയായി. മൂന്ന് ഉപകരണങ്ങളാണ് നാം ഇതുവരെ ചിന്തിച്ചത്. നിങ്ങൾക്ക് അത് ഓർമ്മ കാണുമെന്ന് തോന്നുന്നു. തിമാറ്റിക് ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നതായ പുറപ്പാട് പുസ്തകത്തിന്റെ പ്രാധാന്യത അനുസരിച്ചാണ് നമുക്ക് ആ ദൈവത്തിന്റെ പദ്ധതിയിൽ അല്ലെങ്കിൽ ദൈവം കൊടുത്തതായ അരുളപ്പാട് മോശയ്ക്ക് ലഭിക്കുന്നത്. അതിൽ നാം ഒന്നാമത് നമ്മുടെ സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഒന്നാമത് ഉണ്ടാക്കുവാനായിട്ട് ദൈവം കൽപ്പിച്ചതായ കാര്യം, ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് അതിനനുയോജ്യമായി ഒരു നിയമപെട്ടകം ഉണ്ടാക്കുവാൻ, കഠിനമരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കുവാനായിട്ട് മോശയോട് കൽപ്പിക്കുന്നതായ ഭാഗമാണ് 25-ാം അധ്യായത്തിൽ നാം വായിച്ചത്. അതിന്റെ കൽപ്പനാ ഭാഗമാണ്. എന്നാൽ നമുക്ക് പുറപ്പാട് പുസ്തകം 38-ാം അധ്യായത്തിലേക്ക് വരുമ്പോ 38-ാം അധ്യായത്തിൽ 1 മുതലുള്ളതായ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോശയോട് എന്താണോ പെട്ടകത്തെ കുറിച്ച് ഉണ്ടാക്കുവാൻ ദൈവം കൽപ്പന കൊടുത്തത് അത് അതുപോലെ മോശ ഉണ്ടാക്കുന്നതായിട്ടുള്ളതായ ആ പ്രവർത്തന മണ്ഡലമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പൊ കൽപ്പനാ ഭാഗമുണ്ട്, പ്രവർത്തന ഭാഗമുണ്ട്, അല്ലെങ്കിൽ അനുസരണ ഭാഗം. ദൈവത്തിങ്കൽ നിന്ന് സീനായി മലയിൽ വെച്ച് എന്താണോ തനിക്ക് കിട്ടിയതായി ഇൻസ്ട്രക്ഷൻ, അത് ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റു ചെവിയിൽ കൂടെ ഇറക്കി വിടുവാനല്ല ദൈവം അത് പറഞ്ഞത്. ദൈവം അത് പറഞ്ഞത് അക്ഷരം പ്രതി സ്വർഗീയ കൂടാരത്തിന്റെ മോഡല് സമാഗമന കൂടാരം, അതായത് സമാഗമന കൂടാരത്തിന്റെ മാതൃക സീനായി മലയിൽ വെച്ച് ദൈവം കാണിച്ചു കൊടുത്തു. കാണിച്ചത് മറന്നുപോകാനല്ല, അതിനോട് മോശയുടെ ഐഡിയ പ്രകാരം ഒന്നും കൂട്ടിവെക്കുവാനോ ഇത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും മാറ്റിവെക്കുവാനോ മോശ തുനിഞ്ഞില്ല. ദൈവത്തിങ്കിൽ നിന്ന് കേട്ടത് അതുപോലെ മോശ ചെയ്യുന്നതായിട്ട് നമുക്ക് പുറപ്പാട് പുസ്തകം 38-ാം അധ്യായത്തിന്റെ 1 മുതലുള്ളതായ വാക്യങ്ങളിൽ വായിപ്പാനായിട്ട് കഴിയും. അവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മോശ കഠിനമരം കൊണ്ട് ഹോമയാഗപീഠം
മുപ്പത്തിയേഴാം അധ്യായത്തിന്റെ 1 മുതലായ വാക്യങ്ങളിൽ ബെസലേൽ പെട്ടകം കതിരമരം കൊണ്ടുണ്ടാക്കി. അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അനുസരണ ഭാഗം ആരംഭിക്കുകയാണ്. എങ്ങനെയാണോ ദൈവം കൽപ്പന കൊടുത്തത്, ആ കൽപ്പന കൊടുത്തതുപോലെ തന്നെ മോശ ഉണ്ടാക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. വായിക്കുമ്പോ ഇത് രണ്ടും റെപ്പറ്റീഷൻ ആണെന്ന് തോന്നും. പക്ഷെ റെപ്പറ്റീഷൻ അല്ല. ഒന്ന് കൽപ്പനാ ഭാഗവും മറ്റൊന്ന് അനുസരണ ഭാഗവുമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വേണ്ടതായ 2 കാര്യങ്ങളാണ് ഇത് രണ്ടും. എന്തൊക്കെയാണ്? ഒന്ന്, കേൾക്കുവാനുള്ളതായ താല്പര്യം ഉണ്ടാകണം. എന്ത് ചെയ്യണം? നമ്മുടെ ചെവികളെ ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ സമർപ്പിച്ച് ദൈവം എന്താണോ കൽപ്പിക്കുന്നത് അതൊന്നുപോലും വിട്ടുകളയാതെ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ കേൾക്കുന്നവരായിരിക്കണം. ഇനി കേട്ടേച്ചങ്ങ് പോയാൽ മതിയോ? അല്ല, കേൾക്കുന്നത് എന്താണോ അത് അതുപോലെ തന്നെ അനുസരിക്കണം. 37-ാം അധ്യായം, അത് 37, 38 അധ്യായങ്ങൾ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. തുടർന്ന് ഒന്നാമത് എന്തുണ്ടാക്കി? പെട്ടകമുണ്ടാക്കി. ദേ മെയ്ഡ് ആൻ ആർക്ക് ഓഫ് കവനന്റ്. അത് കഴിഞ്ഞിട്ട് ദേ മെയ്ഡ് ദ മേഴ്സി സീറ്റ്, കൃപാസനം ഉണ്ടാക്കി. ആ കൃപാസനം എങ്ങനെ ഉണ്ടാക്കണമെന്ന് 25-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നുവോ അതുപോലെ തന്നെ മോശ ഉണ്ടാക്കി, അല്ലെങ്കിൽ മോശ നിയമിച്ചാക്കിയതായ കരകൗശല വിദഗ്ധർ അത് ഉണ്ടാക്കി എന്ന് 37-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 3-ാമത്തെ ഉപകരണമായി നാം കണ്ടത് വിശുദ്ധ സ്ഥലത്ത് വലതുവശത്തായി വെക്കേണ്ടതായ കാഴ്ചയപ്പത്തിന്റെ മേശയാണ്. കാഴ്ചയപ്പത്തിന്റെ മേശയുടെ നീളവും വീതിയും ഉയരവും അത് എങ്ങനെ ഉണ്ടാക്കണമെന്നും എന്തൊക്കെയാണ് അതിന്റെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നുമൊക്കെ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൽ നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിപ്പാനിടയായി. അതിന്റെ അതേ അനുസരണ ഭാഗം നമുക്ക് 37-ാം അധ്യായത്തിൽ 10 മുതലുള്ളതായ വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. അപ്പോ ദൈവം എന്താണോ കൽപ്പിക്കുന്നത് അത് അതുപോലെ തന്നെ നിവർത്തിക്കുന്ന മോശയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പുതിയ നിയമവിശ്വാസികളായിരിക്കുന്നതായ നമ്മോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടെ ആഹ്വാനം ചെയ്യുന്നതായ കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ, നാം എന്താണോ തിരുവചനത്തിന്റെ പൊരുൾ അനുസരിച്ച് നമുക്ക് ലഭിക്കുന്നത്, മാനുഷിക ഐഡിയയോ അല്ലെങ്കിൽ മാനുഷിക ചിന്തകളോ മാനുഷിക ആലോചനകളോ അല്ല പ്രധാനം. ദൈവവചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നുവോ, ദൈവം എന്തുദ്ദേശിക്കുന്നുവോ അത് പൊരുൾ തിരിച്ച് നമുക്ക് ലഭിക്കുമ്പോ അത് നമ്മുടെ സൗകര്യാർത്ഥം ചിലത് മാറ്റിവെക്കുകയും ചിലത് നിവർത്തിക്കുകയും ചെയ്യുകയല്ല. നമ്മുടെ സൗകര്യാർത്ഥം ചിലതിനോട് ചിലത് കൂട്ടുകയോ ചിലതിൽ നിന്ന് മറ്റു ചിലത് കുറയ്ക്കുകയോ ചെയ്യുവാനിടയാകാതെ തിരുവചനം എന്താണോ നമുക്ക് വേണ്ടി തരുന്നത് അത് ശ്രദ്ധയോടെ നാം കേൾക്കുകയും അത് അതുപോലെ നാം അനുസരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി ചിന്തിക്കേണ്ട വിഷയമാണ്. പലപ്പോഴും നമുക്കത് കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യം നാം എന്ത് ചെയ്യണം? നാം അത് ശ്രദ്ധയോടെ നമ്മെ തന്നെ വിവേചിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ദൈവം മുമ്പാകെ നാം അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. ഇനി നമുക്ക് സമാഗമന കൂടാരത്തിലെ 4-ാമത്തെ ഉപകരണമാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായ വിഷയമാണെങ്കിലും അതിനകത്തുള്ളതായ ആരാധനാമർമ്മങ്ങളും പുതിയ നിയമത്തിൽ എന്താണ് നമുക്കുള്ളതായ ദൂതെന്നും അത് നാം എങ്ങനെയാണ് ആരാധനയുടേതായ വിഷയത്തിൽ അഡോപ്റ്റ് ചെയ്യേണ്ടതെന്നുമുള്ളതായ കാര്യം നാം വ്യക്തമായി അറിഞ്ഞിരിക്കും. നിങ്ങൾക്ക് സ്ക്രീനിൽ
സ്ക്രീനിൽ കാണാം എന്ന് കരുതുന്നു. നിലവിളക്കിന്റെ ആ ഫോട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുമല്ലോ. അത് വളരെ ശ്രദ്ധയോടെ നമുക്കത് ആ ഫിഗർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറപ്പാട് പുസ്തകത്തിൽ അതിനെക്കുറിച്ചുള്ളതായ കൽപ്പനാ ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. മോശയോട് ദൈവം കൽപ്പിക്കുന്നതായ ഭാഗമാണ് അത്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 31 മുതൽ 40 വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ആ ഭാഗം ഞാൻ നിങ്ങൾക്കായി പെട്ടെന്നൊന്ന് വായിച്ചു പോകാം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം. തങ്കം കൊണ്ട് ഒരു നിലവിളക്കുണ്ടാക്കണം. നിലവിളക്ക് അടുപ്പ് പണിയായിരിക്കണം. അതിന്റെ ചുവട് രണ്ടും പുഷ്പപുടങ്ങളും മുട്ടുകളും പൂക്കളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. നിലവിളക്കിന്റെ 3 ശാഖ ഒരു വശത്ത് നിന്നും, ഇത് വായിക്കുമ്പോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഫിഗർ വെച്ച് മേക്ക് ഔട്ട് ചെയ്യാനായിട്ട് കഴിയും. നിലവിളക്കിന്റെ 3 ശാഖ ഒരു വശത്ത് നിന്നും നിലവിളക്കിന്റെ 3 ശാഖ മറ്റേ വശത്ത് നിന്നും, ഇങ്ങനെ 6 ശാഖ അതിന്റെ പാർശ്വങ്ങളിൽ നിന്ന് പുറപ്പെടണം. ഒരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാമ്പു പോലെ 3 പുഷ്പപുടവും, മറ്റൊരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാമ്പു പോലെ 3 പുഷ്പപുടവും ഉണ്ടായിരിക്കണം. നിലവിളക്കിൽ നിന്ന് പുറപ്പെടുന്ന 6 ശാഖയ്ക്കും അങ്ങനെ തന്നെ വേണം. വിളക്ക് തണ്ടിലോ മുട്ടുകളോടും പൂക്കളോടും കൂടിയ ബദാമ്പു പോലെ 4 പുഷ്പപുടം ഉണ്ടായിരിക്കണം. അതിൽ നിന്നുള്ള 2 ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും മറ്റ് 2 ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും, ഇങ്ങനെ 2 ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും ഇങ്ങനെ നിലവിളക്കിൽ നിന്ന് പുറപ്പെടുന്ന 6 ശാഖയ്ക്ക് ഉണ്ടായിരിക്കണം. അവയുടെ മുട്ടുകളും ശാഖകളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. മുഴുവനും തങ്കം കൊണ്ട് ഒറ്റ അടുപ്പ് പണിയായിരിക്കണം. അതിന് 7 ദീപമുണ്ടാക്കി നേരെ മുമ്പോട്ട് പ്രകാശിപ്പാൻ തക്കവണ്ണം ദീപങ്ങളെ കൊളുത്തണം. അതിന്റെ ചവണകളും കരിന്തിരി പാത്രങ്ങളും തങ്കം കൊണ്ടായിരിക്കണം. അതും ഈ ഉപകരണങ്ങളൊക്കെയും ഒരു താലന്ത് തങ്കം കൊണ്ടായിരിക്കണം. പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണം. അത് വളരെ താക്കീതാണ് കേട്ടോ. ഒരു മുന്നറിയിപ്പാണ്, ഒരു താക്കീതാണ്, ഒരു കൽപ്പനയാണ്. അത് നിർബന്ധമാണ്. എന്താണ്? പർവ്വതത്തിൽ നിന്ന് വച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണം. നമ്മൾ എത്രത്തോളം ദൈവവചനം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണമെന്ന് അത് നമ്മെ ഓർപ്പിക്കുകയാണ്. അപ്പൊ തങ്കം കൊണ്ട് ഉണ്ടാക്കണം. ഈ വിളക്കിന് പല പേരുകളുണ്ട്. അത് മിനോര എന്ന് അറിയപ്പെടുന്നതായ ഈ ഉപകരണം, ഇതിന് തങ്കം കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് ഇതിന്റെ ഒരു പേര് തങ്കവിളക്കെന്ന. ഇത് വെച്ചിരിക്കുന്നത് നിലത്താണ്. മേശപ്പുറത്തോ സ്റ്റൂളിന്റെ പുറത്തോ ഒന്നല്ല. അത് ആ വിശുദ്ധ സ്ഥലത്ത് നിലത്താണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിലവിളക്ക് എന്നതിന് പേരുണ്ട്. തങ്കവിളക്കായി, നിലവിളക്കായി. ഇനി ഇതിന് കവരങ്ങളുണ്ട്, ശിഖരങ്ങളുണ്ട്. ആ കവരങ്ങൾ ഉള്ളത് കൊണ്ട് ഇതിനെ കവരവിളക്കെന്നും പറയും. എത്ര കവരങ്ങളുണ്ടെന്ന് നോക്കിയേ. നടുക്കുകൂടെ വരുന്നതായ ഒരു മെയിൻ തണ്ടാണ്. നടുക്കുകൂടെ വരുന്ന ഒരു തണ്ട്. ആ തണ്ടിന്മേൽ ഈ വിളക്കുകളെല്ലാം കത്തി നിൽക്കുന്നത് കൊണ്ട് ഇതിനെ തണ്ടുവിളക്കെന്നും പറയും. പല പേരുകളാണ് ഞാൻ പറഞ്ഞല്ലോ. തണ്ടുവിളക്കെന്ന് പറയും. ആ ഒരൊറ്റ തണ്ടാണ്. ആ തണ്ടിൽ നിന്ന് ഇടതുവശത്തേക്ക് 3 ശാഖകൾ, വലതുവശത്തേക്ക് 3 ശാഖകൾ. ഈ 3 ശാഖകളും മെയിൻ തണ്ടിൽ നിന്ന് വരുന്ന ആ ദീപം കത്തിക്കേണ്ടതായ ബദാമ്പു പോലെ വിരിഞ്ഞിരിക്കുന്നതായ ഭാഗവും
ഇടതുവശത്തുള്ളതായ തണ്ടിന്മേലുള്ളതായ ആ 3 കവലത്തിന് നിരയും തമ്മിൽ ഒരേ നിരയായിരിക്കണം. അത് അല്പം പോലും ഒന്ന് മുകളിലോട്ട് പോകുവാനോ ഒന്ന് താഴോട്ട് പോകുവാനോ പറ്റത്തില്ല. എല്ലാം ഒരേ നിരയിൽ തന്നെ ആയിരിക്കണം. മാത്രമല്ല, ഇത് പാർട്ടായിട്ടുണ്ടാക്കുന്ന കാര്യമല്ല. ഒരു താലന്ത് ഏതാണ്ട് ഒരു കണക്ക് പറയുന്നത് എത്രത്തോളം അത് ക്ലിയർ ആണെന്ന് എനിക്കും അറിയില്ല. എങ്കിലും ഒരു കണക്ക് ഞാൻ പറയാം. 75 പൗണ്ട് വരുന്ന ഒരൊറ്റ തങ്കക്കട്ടി, 75 പൗണ്ട് വരുന്നതായ ഒരു തങ്കക്കട്ടി, ആ തങ്കക്കട്ടിയെ ചൂടാക്കി ഫർണസിലിട്ട് ഉരുക്കി അതിനെ അടിച്ച് പരത്തി ഉരുട്ടി അത് മുറിഞ്ഞു പോകാതെ ഒരൊറ്റ കഷണത്തിൽ നിന്നാണ് ഈ 7 ശാഖകളും വരത്തക്ക രീതി, തണ്ട് ഉൾപ്പെടെ ബാക്കി 6 ശാഖകളും ഇതിനോട് യോജിച്ച് വരത്തക്കതായ രീതിയിൽ ഉണ്ടാക്കേണ്ടത്. അപ്പോ അതിന്റെ നിർമ്മിതി എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. വളരെ കൗശല അല്ലെങ്കിൽ സാമർഥ്യം അതിന് പ്രയോഗിക്കേണ്ടതാണ്. ഒരുപക്ഷെ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നതായ ആർക്കും അല്ലെങ്കിൽ സാമാന്യ ജ്ഞാനമുള്ളതായ ആർക്കും ഉണ്ടാക്കാൻ കഴിയുന്നതായിരിക്കുകയില്ല. കാരണം മോശയ്ക്ക് കൽപ്പനാഭാഗം കൊടുത്തു കഴിഞ്ഞിട്ട് അനുസരണ ഭാഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവം എന്തെന്നറിയാമോ? ബെസലേലിനെയും ഒഹലിയാവിനെയും പേർ ചൊല്ലി വിളിച്ചിട്ട് അവരുടെ മേൽ സ്വർഗീയ ജ്ഞാനം പകർന്നു. ദൈവകൃപ അവരുടെ മേൽ പകർന്നു. ആ സ്വർഗീയ ജ്ഞാനം കൊണ്ട് അവർക്കൊരു കാര്യം മനസ്സിലായി. മോശ എന്താണോ പർവ്വതത്തിൽ കണ്ടത്, അത് മോശ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ അത് അതുപോലെ അവരുടെ മനോമുഖരത്തിൽ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിയിൽ അതുപോലെ അത് ഇമേജ് ആയിട്ട് വെളിപ്പെടുവാനിടയായി. ഞാനത് പറഞ്ഞതിന്റെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, പല കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ദൈവവചനം കൂടെ കേൾക്കാമെന്ന് നമ്മൾ വിചാരിക്കരുത്. ദൈവവചനം മോശ നിലവിളക്കിനെ കുറിച്ച് പറയുമ്പോ, പെട്ടകത്തെ കുറിച്ച് പറയുമ്പോ, കൃപാസനത്തെ കുറിച്ച് പറയുമ്പോ, ബെസലേലിന്റെയും ഒഹലിയാവിന്റെയും ചിന്ത മുഴുവനും ആ ഉപകരണത്തിൽ തന്നെയാണ്. അവര് കണ്ടില്ല, അവർ മോശയുടെ വാക്കുകൾ കേൾക്കുന്നേ ഉള്ളൂ. പക്ഷെ മോശയുടെ വാക്ക് കേൾക്കുമ്പോൾ അവരുടെ ബുദ്ധിയും അവരുടെ ചിന്തയും അത് എപ്രകാരമായിരിക്കുമെന്ന് അവരെ തന്നെ അത് മനസ്സിലാക്കുവാൻ ഏൽപ്പിക്കുമ്പോ ദൈവം കൊടുത്തതായ ജ്ഞാനബുദ്ധി ഉണ്ടല്ലോ, ആ ജ്ഞാനബുദ്ധി അത് അവർ കാണുവാനിടയായി തീരുകയാണ്. ഒരു കാര്യം ഞാൻ പഴയ നിയമത്തോടുള്ളതായ ആ ഭാഗത്തുള്ളതായ ബന്ധത്തിൽ ഉറപ്പിച്ച് കൺഫേം ആയിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ദൈവവചനം അതീവ ശ്രദ്ധയോടെയാണ് നാം വായിക്കുന്നതെങ്കിൽ ഈ എഴുതിയതിൽ നിന്ന് വലിയ വെളിപ്പാടുകൾ നമുക്ക് കിട്ടുവാൻ കഴിയും. വചനത്തിൽ നിന്ന് വിട്ടുള്ള വെളിപ്പാടല്ല കേട്ടോ, വചനത്തിൽ നിന്ന് അകന്നു പോകുന്ന വെളിപ്പാടല്ല. ആ വചനം നമ്മെ ആഴങ്ങളിലേക്ക് ഇറക്കിയിട്ട് ആ വചനത്തിൽ നിന്ന് സ്വർഗീയ മർമ്മങ്ങൾ നമുക്ക് ലഭിക്കാനിടയായി തീരും. പ്രാർത്ഥനയോടെ, ഏകാഗ്രതയോടെ, ചിന്തയോടെ, ആഗ്രഹത്തോടെ ദൈവവചനം കേൾക്കുകയും കേൾക്കുവാനുള്ളതായ താല്പര്യത്തോടെ ദൈവസന്നിധാനത്തിൽ ഇരിക്കുകയും ചെയ്യുന്നവരോട് ദൈവം എന്തെന്നറിയാമോ? ആഴമായി ഇടപെടുവാനിടയാകും. പുതിയ നിയമത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്കറിയാവുന്ന ഒരു വാക്യമാണ്. എന്താണെന്നറിയാമോ? തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നത്, സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ ദൈവത്തിന് കൊള്ളാകുന്നവനായി ലജ്ജിപ്പാൻ ഇല്ലാത്ത വേലക്കാരനായി നിൽപ്പാൻ ശ്രമിക്കുക എന്ന. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുക എന്നുള്ളതായ ആ പദത്തിന് അവിടെ എഴുതിയിരിക്കുന്നത് the word of God must be rightly divided എന്നാണ് കൊടുത്തിരിക്കുന്നത്.
റൈറ്റ്ലി ഡിവൈഡഡ്. പ്രൈസ് ദി ലോർഡ്. ഇക്കഴിഞ്ഞതിന്റെ അങ്ങേ ഞായറാഴ്ച നമ്മുടെ സൺഡേ സ്കൂളിലെ വാക്യങ്ങൾ പ്രസ്താവിക്കുമ്പോ ഒരു കുഞ്ഞ് ആ വാക്യം പ്രസ്താവിക്കുമ്പോ അതെന്റെ ചെവികളിൽ വളരെ ശക്തിയോടെ മുഴങ്ങുവാനിടയായി. അതെന്താണെന്നറിയാമോ? റൈറ്റ്ലി ഡിവൈഡഡ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ റെസ്റ്റോറന്റിലേക്ക് കയറി പോകുകയാണെന്നിരിക്കട്ടെ, ആ റെസ്റ്റോറന്റ് നിരത്തി വെച്ചിരിക്കുന്നതായ അനേക വിഭവങ്ങളുണ്ട്. ഒരു ബുഫേ ആണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒത്തിരി പാത്രങ്ങൾ, ശരിയായി പാകം ചെയ്തതായ ആഹാര പദാർത്ഥങ്ങൾ നിരത്തി വെച്ചിരിക്കുകയാണ്. അപ്പോ അത് കയറി ചെല്ലുമ്പോ വളരെ വിശപ്പും ആർത്തിയുമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ എന്ത് ചെയ്യും? അത് ഓരോന്നും തുറന്ന് ആ രുചികരമായ ഭക്ഷണം എടുത്ത് അവന്റെ പ്ലേറ്റിൽ അതാത് രീതിയിൽ നിറച്ചിട്ട് പോയി അവൻ ആർത്തിയോടെ അത് കഴിക്കും. എന്താണ്? അത് കഴിക്കണമെന്നുള്ളതായ ആഗ്രഹം അവനുണ്ട്, അതിനുള്ളതായ വിശപ്പുണ്ട്. ആ ആർത്തി അവനുള്ളത് കൊണ്ട് ആഹാര പദാർത്ഥങ്ങൾ ആചരിക്കുന്നതായ ബുഫയിലെ ഓരോ ഐറ്റവും എന്ത് ചെയ്യും? അവൻ രുചിയോടെ ആസ്വദിക്കുവാനിടയാണ്. 10 പേര് കടന്ന് അകത്ത് കയറുകയാണ്. ഒരുവൻ എല്ലാവരും നിർബന്ധിച്ചത് കൊണ്ട് അകത്ത് കയറി. പക്ഷേ അവന് ശാരീരിക അല്ലെങ്കിൽ ആഹാരം കഴിക്കുവാനുള്ളതായ ആ ഒരു നിലപാടിലല്ല. അവൻ എന്തുകൊണ്ട്? അവൻ രോഗിയാണെന്നിരിക്കട്ടെ, വയറിന് പ്രശ്നമുണ്ടെന്നിരിക്കട്ടെ, എത്ര രുചിയുള്ള വസ്തുവാണെങ്കിലും അവന് അത് ആസ്വദിക്കുവാനായിട്ട് കഴിയത്തില്ല. അവനെല്ലാം ഒരുപക്ഷെ ഒന്ന് പൊക്കി നോക്കും, അവിടുന്നും ഇവിടുന്നും ഒക്കെ എന്തേലുമൊക്കെ എടുത്ത് മറ്റുള്ളവരെ ബോധിപ്പിക്കാനായിട്ട് അവനൊന്ന് കഴിച്ചെന്നിരിക്കും. മറ്റൊരുവൻ കയറി അവന് കഴിക്കണമെന്നുള്ളതായ താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് വിശപ്പില്ല, എനിക്ക് ഇതിന് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവനും അകത്ത് കയറിയാൽ എന്താ അവൻ ചെയ്യുക? അവനെല്ലാം ഒന്ന് നോക്കി നടന്നിട്ട് ഒടുവിൽ വല്ല കസ്റ്റർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ്സോ എടുത്ത് അവനും പോയിരുന്ന് ആ സമയം തീരുന്നത് വരെ അവനോടിരിക്കും. റൈറ്റ്ലി ഡിവൈഡഡ്. ആ ആഹാരം ഉണ്ടോ എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ റൈറ്റ്ലി ഡിവൈഡ് എന്ന് പറയുമ്പോ ആവശ്യക്കാരന് അവൻ ഇച്ഛിക്കുന്നത് പോലെ ലഭിക്കത്തക്ക രീതിയിൽ അത് ക്രമീകരിച്ചു വെച്ചിരിക്കുകയാണ്. ദൈവവചനത്തിന്റെ മുമ്പിൽ നമ്മൾ ആയിരിക്കുമ്പോ നാം ഏത് ആഗ്രഹത്തോടെ ആയിരിക്കുന്നു, നാം ഏത് മനോഭാവത്തോടെ, ഏത് മൈൻഡ് സെറ്റിലായിരിക്കുന്നുവോ, എത്ര ആഗ്രഹത്തോടെ ആയിരിക്കുന്നുവോ, അതിനനുസരിച്ച് ദൈവാത്മാവ് നമ്മെ അത് എൻലൈറ്റൻ ചെയ്തു തരും. കേൾക്കുന്നത് മാത്രമല്ല, ആ കേൾക്കുന്നതിൽ കൂടെ വലിയ ആത്മീയ അനുഭവങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ പോഷിപ്പിക്കുവാൻ, ജീവിതത്തെ ബലം തരുവാൻ, നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ എന്താണോ ആവശ്യം അതിനനുസരിച്ച് ദൈവവചനം റൈറ്റ്ലി ഡിവൈഡിങ് ആണ്. അത് ബൈബിൾ ക്ലാസ്സിന്റെ മുമ്പിൽ ഇരുന്നാലും, സഭായോഗത്തിന് വന്നാലും, ഉപവാസ പ്രാർത്ഥനയ്ക്കായാലും ഒക്കെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചും നമ്മുടെ താല്പര്യത്തിനനുസരിച്ചുമാണ് ദൈവവചനം നമുക്ക് ഡിവൈഡ് ചെയ്തു തരുന്നത് എന്ന് ഓർക്കണം. അപ്പൊ നിലവിളക്കിന്റെ പ്രത്യേകത എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഇത് ആ പ്രാധാന്യം അനുസരിച്ച് ആലയത്തിലെ 4ാമത്തെ ഉപകരണമാണ്. അത് 7 ബ്രാഞ്ചുകളുണ്ട്. 7 ബ്രാഞ്ച് ലാംപ് സ്റ്റാൻഡാണ്. അതിന്റെ കൺസ്ട്രക്ഷൻ ആൻഡ് ഡിസൈൻ ആണ് നമുക്ക് 25-ാം അധ്യായത്തിന്റെ 31 മുതലുള്ളതായ വാക്യങ്ങളിൽ കൂടെ നമുക്ക് പോകുമ്പോൾ കാണുവാൻ കഴിയുന്നത്. The menorah or golden lampstand was the 4th sacred item in the tabernacle. It was made from a single piece of pure gold, beaten and shaped by hand, not assembled from parts, by crafted as one solid piece. 25-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യത്തിൽ അതങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവയുടെ മൊട്ടുകളും ശാഖകളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം, മുഴുവനും തങ്കം കൊണ്ട്
ഒറ്റ അടുപ്പ് പണിയായി ഉണ്ടാക്കണം. അടുപ്പ് പണി എന്ന് പറയുമ്പോ ഒരേ പീസിൽ നിന്ന് അടിച്ച് പരത്തി അതിൻ്റെതായിട്ടുള്ള ഷേപ്പിലേക്ക് കൊണ്ടുവരണമെന്നാണ് അതിന്റെ ഉദ്ദേശം. It was made from a single piece of pure gold. It included a central shaft, 6 branches, decorative bowls, ornamental knobs and flowers, all hammered from the same gold, symbolizing unity and purity. ഇത് ഞാൻ പറഞ്ഞു, തനി തങ്കം കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത്. തനി തങ്കം കൊണ്ട് ഉണ്ടാക്കുമ്പോ അതിനകത്ത് മറ്റു വസ്തുക്കളൊന്നും അതിനകത്ത് ചേരാൻ പാടില്ല. മറ്റ് ലോഹങ്ങളൊന്നും അതിനകത്ത് ചേർക്കാനായിട്ട് പാടില്ല. അത് തനി തങ്കം കൊണ്ടുണ്ടാക്കുക എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അതിന്റെ പ്യൂരിറ്റിയാണ്, അതിന്റെ യൂണിറ്റിയാണ്. നോക്കൂ, 7 കവരങ്ങളുണ്ട്. ആ 7 കവരങ്ങൾ ഓരോന്നും ഓരോരുത്തരും ഉണ്ടാക്കിയിട്ട് അവരവർക്ക് ബോധിച്ചതുപോലെ യോജിപ്പിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെ അടിച്ച് ഉണ്ടാക്കുകയാണ്. അപ്പോ അതിന്റെ യൂണിറ്റിയാണ് വിഷയം. ദൈവ മക്കളായാലും ദൈവസഭയായാലും ഒരു കുടുംബമായാലും അതിനകത്തെ യൂണിറ്റി പ്രധാനമാണ്. ആ 6 കവരങ്ങളും നോക്കിക്കേ, ആ 6 കവരങ്ങളും തണ്ടിൽ നിന്ന് തന്നെ പുറപ്പെടുകയാണ്, തണ്ടിനോട് ചേർന്ന് നിൽക്കുകയാണ്. ഈ തണ്ട് എന്തിനെയാ കാണിക്കുന്നത്? ഈ തണ്ട് ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. വിളക്ക് മൊത്തമായി ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. വിളക്ക് മൊത്തമായി വചനമാണ് കാണിക്കുന്നത്. ഈ വിളക്ക് മൊത്തമായി പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു ഉപകരണമാണ്. അപ്പോ ഈ മെയിൻ തണ്ടെന്ന് പറയുന്നത് അത് ക്രിസ്തുവിനെ കാണിക്കുന്നു എങ്കിൽ അതിന്റെ ശാഖകൾ ക്രിസ്തുവിൽ നിന്ന് തന്നെ ആയിരിക്കണം. കർത്താവ് പറഞ്ഞെന്താണ്? ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. എന്നിൽ കൂടെ അല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല. ആ മെയിൻ തണ്ടിലേക്ക് ഒഴുക്കുന്നതായ എണ്ണ എന്ത് ചെയ്യുന്നറിയാമോ? അത് ആ തണ്ടിൽ നിറയുന്നതോടൊപ്പം തന്നെ അതേ ലെവലിൽ ആ ശാഖകളിലും നിറഞ്ഞുകൊണ്ടിരിക്കും. ആ ശാഖകളും തണ്ടും ഒരുപോലെ ആ എണ്ണയാൽ നിറയുകയാണ്. അപ്പൊ കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ മുന്തിരിവള്ളിയും സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ ആരാണ്? കൊമ്പുകളുമാകുന്നു. എന്നിൽ കായ്ക്കാത്തതായ കൊമ്പുകൾ, എന്നിൽ കായ്ക്കേണ്ടതിന് കൊമ്പുകളെല്ലാം ഞാൻ ചെത്തി ശരിയാക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഒരു വെടിപ്പ് ക്രിസ്തുവിൽ നാം ഒന്നിച്ചു നിൽക്കണം എന്നുള്ളതാണ് ആ വിളക്ക് നമ്മെ സൂചിപ്പിക്കുന്നത്. ഇനിയും it is estimated to have weighed around 1 talent of gold, around 75 to 100 pounds. That approximate weight ആണത്. A testimony to the costly and refined work of the Holy Spirit in God's people. ഒരു കഷ്ണം തങ്കം എടുത്തു, അല്ലെങ്കിൽ നമുക്കറിയാം സ്വർണം എന്ന് പറയുന്നത് ഭയങ്കര വെയിറ്റ് ഉള്ളതായ ഒരു ലോഹമാണ്. അപ്പോ ഈ പറഞ്ഞതായ വെയിറ്റ് ഉള്ളതായ ഒരു കഷണം സ്വർണമെടുത്ത് തീക്കകത്തിട്ട് കഴിയുമ്പോൾ അത് ഉരുകി ഷേപ്പ് ആകുകയല്ല. അത് തീക്കകത്തിട്ട് അത് ഉരുകി കഴിയുമ്പോ ക്രാഫ്റ്റ്സ്മാൻ എന്ത് ചെയ്യും? അതിന്മേൽ അടിച്ച് അവന്റെ മനസ്സിന്റെ ആ രൂപത്തിലുള്ളതായ ആകൃതിയായിട്ട് അവനതിനെ രൂപപ്പെടുത്തുകയാണ്. അതിനെന്തു വേണം? 1, അതിനെ തീയിലിടണം. 2, അത് ഷേപ്പ് വരുന്നതുവരെ അടിക്കണം. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഭൂമിയിൽ കടന്നു വന്നിട്ട് രക്ഷയ്ക്ക് കാരണമായി തീരേണ്ടതിന് ദൈവക്രോധമാകുന്നതായ തീയിൽ കൂടെ കടന്നു പോകുവാനിടയായി. എന്നിട്ടോ പ്രൈസ് ദി ലോർഡ്, ദൈവ ഇഷ്ടത്തിനനുസരിച്ച് രൂപപ്പെടുവാനിടയായി 33.5 വർഷം ദൈവഹിതത്തിനു വേണ്ടി മാത്രം ജീവിച്ച് ആ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടി കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. അവൻ ലോകത്തിന് മൊത്തം പ്രകാശം കൊടുക്കുന്ന ഒരു വിളക്കായി മാറി. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ കാര്യമാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്.
കർത്താവ് ലോകത്തിന്റെ വെളിച്ചമായതുപോലെ നാമും ഓരോരുത്തരും ലോകത്തിന്റെ വെളിച്ചമായിരിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Even unto the morrow, after the seventh Sabbath shall be number 50 days, and you shall offer a new meat offering unto the Lord. അത് യാഗത്തിന്റെ പ്രത്യേകതയാണ്. നമുക്ക് ലേവ്യ പുസ്തകത്തിലേക്ക് ആ വിളക്കിനുള്ളതായ ബന്ധത്തിൽ ലേവ്യ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ലേവ്യ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ലേവ്യ പുസ്തകം 24 അധ്യായത്തിലേക്ക് നിങ്ങളുടെ കയ്യിൽ വേദപുസ്തകമുണ്ട് എങ്കിൽ അതൊന്ന് എടുക്കുന്നത് നല്ലതായിരിക്കും. ലേവ്യ പുസ്തകം 24 അധ്യായം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തതെന്നാൽ, ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ നിലവിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരണമെന്ന് അവരോട് കൽപ്പിക്കാം. ഈ നിലവിളക്കിനെ സംബന്ധിച്ച് സമാഗമന കൂടാരത്തിൽ വെളിച്ചം കൊടുക്കേണ്ടതിന് ഇന്നുള്ളത് പോലെ ഹാലജൻ ലൈറ്റ് ഒന്നുമില്ല, ഇലക്ട്രിക് ലൈറ്റ് ബൾബുകളൊന്നുമില്ല, മറ്റുള്ളതായ സോഴ്സ് ഓഫ് ലൈറ്റ് ഒന്നുമില്ല സമാഗമന കൂടാരത്തിൽ. സമാഗമന കൂടാരത്തിലേക്ക് കടക്കുന്നതിനാകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു വാതില് മാത്രമേ ഉള്ളൂ. ബാക്കി അതിന്റെ മേൽമൂടിയായാലും പുറമൂടിയായാലും സൈഡും മുഴുവനും പലകകൾ കൊണ്ട് മറച്ച് അതിനു ചുറ്റിനും നിയുക്തമായിരിക്കുന്നതായ മൂടിവിരിയും മറശീലയും കൊണ്ട് മറച്ചു വച്ചിരിക്കുകയാണ്. വെളിയിൽ നിന്നുള്ളതായ പ്രകാശമൊന്നും ഇതിനകത്തേക്ക് കടക്കത്തില്ല. ആധുനികം അല്ലെങ്കിൽ അവരുടെ കൈപ്പണിയായിരിക്കുന്നതായ മറ്റ് സോഴ്സ് ഓഫ് ലൈറ്റുകളൊന്നും ഇതിനകത്തേക്ക് വരത്തില്ല. ഈ സമാഗമന കൂടാരത്തിന്റെ ഉള്ളിൽ പ്രകാശം പരത്തുന്നതിനുള്ളതായ ഏക ഉപകരണം എന്ത് എന്ന് ചോദിച്ചാൽ, ഈ നിലവിളക്കിന്റെ 7 ശാഖകൾ, ഈ 7 വിളക്കുകളിൽ നിന്ന് പുറപ്പെടുന്ന അഥവാ കത്തുന്നതായ തിരി പുറപ്പെടുവിക്കുന്നതായ ലൈറ്റാണ് പ്രകാശം കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു ആത്മീക മർമ്മം അതിനകത്തുണ്ട്. ഈ ആലയത്തെ പ്രകാശിപ്പിക്കേണ്ടതിന്, ആലയത്തിലെ കാര്യങ്ങൾ ചെയ്യേണ്ടതിന് ബാഹ്യമായിരിക്കുന്നതായ ജ്ഞാനമോ ബാഹ്യമായിരിക്കുന്നതായ കഴിവോ ബാഹ്യമായിരിക്കുന്നതായ യാതൊന്നും അതിനോട് കൂട്ടിച്ചേർക്കരുത്. സാക്ഷാൽ വചനത്തിൽ നിന്ന്, സാക്ഷാൽ ക്രിസ്തുവിൽ നിന്ന്, സാക്ഷാൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്ന് കിട്ടുന്നതായിരിക്കണം ആലയത്തെ പ്രകാശിപ്പിക്കേണ്ടത് എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ നിലവിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരണം. ഇതൊക്കെ വളരെ മാർമികമായ വിഷയങ്ങളാണ് കേട്ടോ. ഒലിവെണ്ണ അതെന്ത് ചെയ്യണം? ഇടിച്ചെടുത്ത് അത് തെളിവുള്ളതായി കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ, ഒലിവുങ്കായ് ഇടിച്ചെടുത്തിട്ട് ആ ഇടിക്കുന്നതായ ഒലിവെണ്ണ, കിട്ടുന്നതായ ഒലിവെണ്ണ അരിച്ച് അതിനകത്ത് ഒരു കരട് പോലും കാണുവാൻ പാടില്ല, അതിനകത്ത് ഒരു തരി പോലും കാണുവാൻ പാടില്ല, ഒരഴുക്കും കാണാൻ പാടില്ല. വളരെ തെളിവുള്ള ആ പ്യുവർ ആയിട്ടുള്ളതായ ഓയിൽ കൊണ്ടുവരണം. അതെന്ത് ചെയ്യണം? ഇടിച്ചെടുത്തതായിരിക്കണം. ഒലിവുങ്ക ഇടിക്കുമ്പോ ഒലിവുങ്കായ്ക്ക് പറയാൻ കഴിയും, അയ്യോ എന്തിനായി എന്നെ ഇടിക്കുന്നത്, എന്തിനായി എന്നെ പൊടിക്കുന്നത്, എന്തിനായി എന്റെ ആകൃതി നഷ്ടപ്പെടുത്തുന്നത്? ആകൃതി നഷ്ടപ്പെട്ടെങ്കിലേ അതിൽ നിന്ന് എണ്ണ ഊറത്തുള്ളൂ. അതിനെ ഇടിച്ചെങ്കിൽ മാത്രമേ ആലയത്തിൽ കത്തത്തക്ക രീതിയിലുള്ളതായ ഓയിൽ അതിൽ നിന്ന് പുറപ്പെടത്തുള്ളൂ. ഒരു ദൈവവേദനയെ സംബന്ധിച്ച് ദൈവം അവനെ ശോധന കഴിക്കുമ്പോ, ദൈവം അവനെ പ്രയാസത്തിൽ കൂടി കടത്തിവിടുമ്പോ, ദൈവം അവനെ കണ്ണുനീരിൽ കൂടി കടത്തിവിടുമ്പോ ദൈവത്തോട് ചോദിച്ച് മുറിവുറുക്കാനല്ല, കർത്താവെ എന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയല്ല. പിന്നെയോ നമ്മിൽ നിന്ന്
തെളിവുള്ള, മറ്റാർക്കും കുറ്റം പറയുവാൻ കഴിയാത്ത, പിശാചിന് കുറ്റം പറയുവാൻ കഴിയാത്ത, ലോകത്തിന് കുറ്റം പറയുവാൻ കഴിയാത്ത, കൂടെ നിൽക്കുന്നവർക്ക് കുറ്റം പറയുവാൻ കഴിയാത്ത ആ തെളിവുള്ള അനുഭവത്തിലേക്ക്, ആലയത്തെ പ്രകാശിപ്പിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരേണ്ടതിനാണ് ദൈവം ഓരോ ദൈവ പൈതലിനും എന്ത് കൊടുക്കുന്നത്? അനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിന് തിരശീലയ്ക്ക് പുറത്ത് വൈകുന്നേരം മുതൽ രാവിലെ വരെ കത്തേണ്ടതിന് അഹരോൻ അത് യഹോവയുടെ സന്നിധിയിൽ നിത്യം ഒരുക്കി വെക്കണം. ഇത് തലമുറ തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമാകുന്നു. അവൻ നിത്യവും യഹോവയുടെ സന്നിധിയിൽ തങ്ക നിലവിളക്കിന്റെ മേൽ ദീപങ്ങൾ ഒരുക്കി വെക്കണം. ഈ വിളക്ക് കത്തിക്കേണ്ടതിന് മറ്റു ചില പ്രത്യേകതകളും ഉണ്ട്. ഇതിന് രാത്രി മുതൽ സന്ധ്യ മുതൽ രാവിലെ വരെ കത്തിക്കഴിയുമ്പോ ഇതിനകത്ത് എണ്ണ കുറയാൻ പാടില്ല. ഒന്നാമത്, എണ്ണ കുറയുകയോ അത് കരിന്തിരി കത്താൻ ഇടയാകുകയോ ചെയ്യരുത്. കരിന്തിരി കത്തിയാൽ എന്താ സംഭവിക്കുക? കരിന്തിരി കത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പുക വമിക്കും. ഈ പുക പ്രകാശം കൊണ്ട് നിറയ്ക്കേണ്ടതിന് പകരം, ആലയത്തിൽ പ്രകാശം കൊണ്ട് നിറയേണ്ടതിന് പകരം ആലയത്തിൽ അസഹ്യമായ പുക കൊണ്ട് നിറയുവാൻ ഇടയാകും. തെളിവുള്ള ഒലിവെണ്ണ അല്ലെങ്കിൽ ആലയത്തിൽ പ്രകാശമുണ്ടാകത്തില്ല എന്ന് മാത്രമല്ല, ആ തിരി കത്തേണ്ടതുപോലെ കത്തുവാൻ ഇടയാകാതെ ആലയത്തിൽ പുക കൊണ്ട് നിറയുവാൻ ഇടയാകും. ആലയത്തിൽ പുക വന്നാൽ എന്താ സംഭവിക്കുക? നമുക്കറിയാം. വീട്ടിൽ നാം ആഹാരം പാകം ചെയ്യുമ്പോ ഇടയ്ക്ക് ഒന്ന് പുക വരികയാണെങ്കിൽ എണ്ണയ്ക്ക് തീ പിടിക്കുകയോ അല്ലെങ്കിൽ മുളക് ഒന്ന് കരിഞ്ഞു പോകുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രതീക്ഷിക്കാത്ത പുക അതിൽ നിന്ന് വരും. പിന്നെ എന്താ സംഭവിക്കും? പിന്നെ നമുക്ക് സഹിക്കാൻ വയ്യാത്തതായ കണ്ണുനീറ്റലായിരിക്കും. കണ്ണിൽ കൂടെ വെള്ളം വരും, മൂക്കിൽ കൂടെ വെള്ളം വരും, ശ്വാസം മുട്ടൽ വരും, ആകെ ഒരു അസഹ്യമാകും, ആകെ അലങ്കോലമാകും. നമ്മൾ ഓടിച്ചെന്ന് എന്ത് ചെയ്യും? എക്സോസ്റ്റ് ഫാൻ ഓൺ ചെയ്യും, വാതിലും ജനലും ഒക്കെ തുറന്നിടും, സ്റ്റൗ ഉടനെ ഓഫ് ചെയ്യും. ആ പുകയുണ്ടെങ്കിൽ എല്ലാ സ്വസ്ഥതയും നഷ്ടപ്പെടും. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? അതിന് വിവരിക്കേണ്ട കാര്യമില്ലല്ലോ. സ്വഭവനത്തിനകത്ത് അസ്വസ്ഥത രൂപം പ്രാപിക്കുമ്പോ, സഭകളിൽ അസ്വസ്ഥത രൂപം പ്രാപിക്കുമ്പോ, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ അസ്വസ്ഥതകൾ രൂപം പ്രാപിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എവിടെയോ ആരൊക്കെയോ കരിന്തിരി കത്തുകയാ, എണ്ണ കുറഞ്ഞിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. എണ്ണ കുറയുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് അസഹ്യത ഉണ്ടാകാനിടയാകും. സ്വന്തമായി അസഹ്യത ഉണ്ടാകുക മാത്രമല്ല, ആ നിൽക്കുന്നവരെ എല്ലാം അസഹ്യപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഫ്ലാറ്റില് ഒന്ന് മുളക് കരിഞ്ഞാൽ കിച്ചണിൽ മാത്രമല്ലല്ലോ അതിന്റെ പ്രയാസം ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹാളിലേക്ക് വ്യാപിക്കും, ബെഡ്റൂമിലേക്ക് വ്യാപിക്കും, ആ ഫ്ലാറ്റ് മൊത്തം വ്യാപിക്കും. അത് കഴിഞ്ഞിട്ട് ഒരുപക്ഷെ കഥ തുറന്നാൽ പുറത്തേക്കും പോകുവാനായിട്ടിടയാകും. സഭയ്ക്കകത്തുള്ളതായ അസഹ്യത, ഭവനത്തിനകത്തുള്ളതായ അസഹ്യത പലപ്പോഴും പുറത്തേക്കും വ്യാപരിപ്പാൻ ഇടയാകും. എന്തുകൊണ്ടാണ്? അകത്ത് കത്തേണ്ടത് പോലെ കത്താത്തത് കൊണ്ടാണ്. കത്താത്തതിന് കാരണം എന്താണ്? എണ്ണ കുറഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. നമുക്ക് കർത്താവ് തന്നിരിക്കുന്നതായ പ്രമാണമുണ്ട്. അത് പൂർണ്ണമായും അതിനനുസരിച്ച് വേണം നാമും നമ്മുടെ തലമുറകളും മുന്നോട്ട് പോകുവാനെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. പിന്നെ ഇതിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ വിളക്കിനോട് ചേർന്നുണ്ടാക്കേണ്ടതായ ചില അക്സസറീസ് ഉണ്ട്. കത്രിക ഉണ്ടാക്കണം. പിന്നെ കത്രിക എന്തിനാ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാത്രി മുതൽ രാവിലെ വരെ കത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ കത്തുന്നതായ തിരിയുടെ അറ്റത്ത് എത്ര എണ്ണ ഉണ്ടെങ്കിലും, എത്ര അത് ശോഭയോടുകൂടി കത്തിയാലും, മണിക്കൂറുകൾ കത്തിക്കഴിയുമ്പോ അതിന്റെ അറ്റത്ത് ചില കരി പറ്റുവാനായിട്ടിടയാകും. ആ കരി പറ്റി ചെറിയ ചെറിയ ഗോളാകൃതിയായി ആ തിരിയുടെ അറ്റത്ത്
അവിടെ നിൽക്കും. അതിന്റെ പ്രകാശത്തെ കുറയ്ക്കും. ശരിയായിട്ട് തിരുനാളം വരികയില്ല. ആ വിളക്കിന്റെ ഉപയോഗത്തെ അല്ലെങ്കിൽ ആ പ്രകാശത്തിന്റെ വ്യാപനത്തെ അത് തടയുവാനിടയാകും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? പുരോഹിതൻ കടന്നു വന്നിട്ട് രാത്രി മുതൽ സന്ധ്യ മുതൽ രാവിലെ വരെ കത്തിയതായ ആ തിരികളെ എടുത്തിട്ട് കത്രിക കൊണ്ട് അതിന്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് അതൊന്ന് വൃത്തിയാക്കും. സമയാസമയങ്ങളിൽ കട്ട് ചെയ്ത് കളയേണ്ടതിനെ കട്ട് ചെയ്ത് കളഞ്ഞ് ആ രൂപം പ്രാപിക്കുന്നതായ തടസ്സമുണ്ടാക്കുന്നതായ വിഷയങ്ങളെയൊക്കെ ദൈവവചനമാകുന്നതായ കത്രിക കൊണ്ട് ഒന്ന് കത്രിച്ചു മാറ്റി, അത് ആലയത്തിലിടാനല്ല, അത് ആ അശുദ്ധിയൊക്കെ ഇട്ടു വെക്കുവാനുള്ളതായ കിണ്ണങ്ങളുണ്ട്. ആ കിണ്ണത്തിനകത്ത് അത് ശേഖരിച്ച് അത് വെളിയിൽ കൊണ്ടുപോയി അത് ഡിസ്പോസ് ചെയ്യേണ്ടതാണ്. ഇതൊക്കെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫ്, സഭാ ജീവിതത്തെയും കുടുംബ ജീവിതത്തെയും നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിനെ ഒക്കെ ബാധിക്കുന്ന വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇത് തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമാകുന്നു. അവൻ നിത്യവും യഹോവയുടെ സന്നിധിയിൽ തങ്ക നിലവിളക്കിന്മേൽ ദീപങ്ങൾ ഒരുക്കി വെക്കണം. അത് ഓരോ ദിവസവും ഒരുക്കേണ്ടതാണ്. രാവിലെ അത് നിലവിളക്ക് ഒരുക്കി വെക്കണം കത്തിക്കുന്നതിന് മുമ്പ്. അപ്പൊ ഓരോ ദിവസവും, ഒരാഴ്ചയിൽ ഒരിക്കലല്ല നിലവിളക്ക് അതിന്റെ തിരികൾ ഒരുക്കി വെക്കേണ്ടത്. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമല്ല അതിനകത്ത് എണ്ണ ഒഴിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ വന്ന് ആഴ്ചയിൽ ഒരിക്കലാക്കി ആയി മാറിയിരിക്കുകയാണ്. ദൈവജനത്തിന്റെ ആ എണ്ണ ഒഴുപ്പെല്ലാം ആഴ്ചയിൽ ഒരിക്കലേക്ക് മാറിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇടയ്ക്കുള്ളതായ ആ എണ്ണ ഒഴുപ്പ് മിക്ക ഭവനങ്ങളിലും എന്തില്ല, കുറയുന്നത് കൊണ്ട് കരിന്തിരി കത്തുവാനിടയാകും. ക്രിസ്തീയ മണ്ഡലം തന്നെ പുകയുവാനുള്ളതായ കാരണം ഇതല്ലാതെ മറ്റെന്താണ്? അറ്റ്ലീസ്റ്റ് നമ്മുടെ സഭയിലെങ്കിലും നമ്മുടെ വാത്സല്യ കുടുംബങ്ങളിലെങ്കിലും കരിന്തിരി കത്താതെ പ്രകാശപൂർണമായിരുന്നു കഴിഞ്ഞാൽ നാമുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായ ആ സോഷ്യൽ സർക്കിൾ എന്ന് പറയുന്നത് പ്രകാശിക്കുവാനിടയാകും. നാമും പ്രകാശിക്കുവാനിടയാകും. അതുകൊണ്ടാണ് പർവ്വത പ്രസംഗത്തിൽ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. കർത്താവിൽ നിന്ന് വെളിച്ചം ഏറ്റെടുത്ത് നാം ലോകത്തിന് പ്രകാശം കൊടുക്കേണ്ടവരാണ് നാം ഓരോരുത്തരും എന്നുള്ളതായ കാര്യം നാം മറന്നു പോകരുത്. അപ്പോ ഇനി വിളക്കിന്റെ പൊസിഷനും പർപ്പസും കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. The menorah was positioned in the holy place on the south side of the tabernacle when the priest entered. പുരോഹിതൻ തിരുനിവാസത്തിന്റെ വാതിൽ കടന്ന് അകത്തേക്ക് വരുമ്പോ നമ്മളതിന്റെ പിക്ചർ നമ്മുടെ ഹൃദയത്തിൽ കാണണം. വലതുവശത്ത് എന്തുണ്ട്? കാഴ്ചയപ്പത്തിന്റെ മേശയുണ്ട്. ഇടതുവശത്താണ് ഈ തങ്കവിളക്ക് അല്ലെങ്കിൽ നിലവിളക്ക് അല്ലെങ്കിൽ ഈ കവരവിളക്ക് ഇരിക്കുന്നത്. ഈ കവരവിളക്ക് അതിന്റെ തെക്കുഭാഗത്തായിട്ട് അതിരിക്കുകയാണ്. അതെവിടെ വെച്ചിരിക്കുന്നത്? വിശുദ്ധ കൂടാരത്തിലാണ്, അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലത്ത് ആയിട്ടാണ് അതിരിക്കുന്നത്. ടു ഹിസ് റൈറ്റ് was the table of showbread representing the word that nourishes. To his left was the menorah representing the Holy Spirit who illuminates the world. അപ്പോ ആ വിളക്കിന്റെ ധർമ്മം എന്താണ്? പ്രകാശിക്കുക എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോ ലോകത്തെ പ്രകാശിപ്പിക്കുന്നതായ വിളക്ക്, പ്രകാശം ലോകത്തിൽ വന്നുകൊണ്ടേയിരുന്നു. ഇരുളിനെ പ്രകാശിപ്പിക്കുവാൻ, കഴിഞ്ഞ നൂറ്റാണ്ടുകൾ ഇരുട്ടിലായിരുന്നതായ ലോകത്തെ പ്രകാശിപ്പിക്കുവാൻ വചനമെന്ന നമ്മുടെ നാഥൻ ഇറങ്ങി വരുവാനിടയായി. ആ വചനം ലോകത്തെ പ്രകാശിപ്പിക്കുവാൻ ഇടയായി. ആ പ്രകാശം നമ്മിലേക്ക് പകർന്നിട്ട് നമ്മോട് പറഞ്ഞു, നിങ്ങൾ ഇരുണ്ട സ്ഥലത്ത് ജ്യോതിഷുകളായി വിളങ്ങണം. നമ്മൾ ആരാണ്? നമ്മൾ ഇരുണ്ട സ്ഥലത്ത് വീണ്ടും ഇരുട്ടുണ്ടാക്കുന്നവരല്ല. ഇരുണ്ട സ്ഥലത്ത് വീണ്ടും ഇരുട്ട് വ്യാപരിപ്പിക്കുന്നവരല്ല. ഇരുണ്ട സ്ഥലത്ത് നാം പ്രകാശം വ്യാപരിപ്പിക്കുന്നവരായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Together they symbolizes that the servant of God must have both the word and the spirit.
അപ്പോ സമാഗമന കൂടാരത്തിലേക്ക് കയറുമ്പോ ഒറ്റയടിക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രകാശിക്കുന്ന വിളക്ക് ഇടതുവശത്ത്, പോഷിപ്പിക്കുന്ന വചനം വലതുവശത്ത്, വചനവും ആത്മാവും കൂടെ ചേരുമ്പോ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുകയാണ്. നോക്കൂ എങ്ങനെയാണ് പുതിയ നിയമസഭയുടെ ആരാധന. പഴയ നിയമസഭയിലെല്ലാം മെറ്റീരിയലിസ്റ്റിക് ആണ്. അവരതിന്റെ ആത്മീയ അർത്ഥത്തിലേക്കല്ല അവർ കടന്നു വന്നത്. അവർക്കെല്ലാം റിച്വൽസ് ആണ്. ആ റിച്വൽസ് അവര് പ്രമാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ന്യായപ്രമാണം നോക്കുന്നത്. പക്ഷെ പുതിയ നിയമത്തിൽ നമുക്കെന്തില്ല? പണിയപ്പെട്ട ഒരു കൂടാരമില്ല, പണിയപ്പെട്ടതായ ഒരു മേശയില്ല, പണിയപ്പെട്ടതായ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടിരിക്കുന്നതായ ഒരു നിലവിളക്കോ ഒരു ധൂപപീഠമോ പെട്ടകമോ ഇല്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാം ആത്മീയമായി ദൈവം അത് നമുക്ക് തന്നിരിക്കുകയാണ്. നാം ദൈവത്തിന്റെ നിവാസത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ എന്ത് ചെയ്യണം? പോഷിപ്പിക്കപ്പെടുന്നതായ വചനമുണ്ടോ എന്ന് നോക്കണം. ചാടിത്തുള്ളി സമയം മെനക്കെടുത്ത് അല്ലെങ്കിൽ സമയം കളഞ്ഞ് ഉണ്ടാകുന്ന ബഹളങ്ങൾ മാത്രമല്ല ആരാധന എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മെ പോഷിപ്പിക്കുന്ന വചനമുണ്ടോ എന്നാണ് നോക്കുന്നത്. നമുക്കൊരു മാറ്റം വരുത്തുന്ന, നമ്മുടെ ആത്മീയ വിശപ്പ് മാറ്റുന്ന, നമ്മുടെ ആത്മീയ ശരീരത്തെ എന്ത് ചെയ്യുന്ന, വളർത്തുന്ന, നമുക്ക് ആത്മീയ ആരോഗ്യം തരുന്ന, ബലത്തോടെ നിൽക്കുവാൻ സാധ്യമാക്കുന്ന വചനമുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അതാണ് പ്രധാനം. മൂന്നാമത്തെ കാര്യം അതാണല്ലോ. അത് മാത്രം മതിയോ? പോരാ. അത് ഇടതുവശത്തെന്തുണ്ട്? നിലവിളക്ക് 7 ശാഖകളായി നിന്ന് ജ്വലിച്ച് പ്രകാശിക്കുകയാണ്. 7 പറയുന്നത് എന്താണ്? പൂർണ്ണതയെ കാണിക്കുകയാണ്. 7 പ്രത്യേകതയുണ്ട് നമുക്കറിയാം. അത് പൂർണ്ണതയെ കാണിക്കുകയാണ്. അപ്പോ ആത്മാവിന്റെ തികവും ദൈവവചനത്തിന്റെ പോഷണവും ഒന്നിച്ചു ചേരുന്നതാണ് എന്ത്? ആരാധന എന്ന് പറയുന്നത്. അത് കഴിയുമ്പോഴാണ് നമ്മൾ മുമ്പോട്ട് നോക്കുന്നത്. മുമ്പോട്ട് എന്തുണ്ട്? മുമ്പോട്ട് വലിയ തിരശീല സമാഗമന കൂടാരത്തിന്റെ വിശുദ്ധ സ്ഥലത്തിനും അതിപരിശുദ്ധ സ്ഥലത്തിനും ഇടയ്ക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുകയാണ്. ആ തിരശീലയ്ക്ക് തൊട്ടു മുന്നിലായി മൂന്നാമത്തെ വസ്തു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് സ്വർണ്ണ ധൂപപീഠമാണ്. അത് നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോ പറഞ്ഞു വന്നത് എന്താണ്? പോഷിപ്പിക്കുന്നതായ വചനവും നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ പ്രകാശിപ്പിക്കുന്നതായ നിലവിളക്കിന്റെ അനുഭവം ഉണ്ടായിരിക്കണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, one piece of beaten gold. The holy place had no windows. The menorah was the sole source of light. ഞാൻ നേരത്തെ പറഞ്ഞു, just as the church can shine only by the anointing of the Holy Spirit. ആലയം പ്രകാശിപ്പിക്കപ്പെടുന്നത് എങ്ങനെയായിരിക്കണം? ബ്ലിങ്ക് ചെയ്യുന്ന ലൈറ്റോ അല്ലെങ്കിൽ ഹാലജൻ ലാമ്പിന്റെ ശക്തിയേറിയ പ്രകാശമോ അല്ല. അത് ലോകപ്രകാരം ഒരുപക്ഷെ വേണം. പക്ഷെ ആത്മീയമായി എന്താ വേണ്ടിയത്? ആത്മാവ് പ്രകാശിപ്പിക്കുന്നതായ ആത്മീക വെളിച്ചത്താൽ പൂരിതമായിരിക്കണം ദൈവസഭകൾ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ ലൈഫ് വാസ് ദി ലൈഫ്, ലോകത്തിന്റെ പ്രകാശം അല്ലെങ്കിൽ മനുഷ്യരുടെ പ്രകാശമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോ ഈ നിലവിളക്കിന് 7 ലാംപ്സ് ഉണ്ട്. അത് ഫുൾനെസ്സിനെ കാണിക്കുകയാണെന്ന് പറഞ്ഞു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ the 7 lamps also symbolize the 7 churches. 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്ന കർത്താവിനെയാണ് പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാൻ ദർശിക്കുന്നത്. 7 നിലവിളക്ക് എന്താണ്? അത് 7 സഭകളാണ് എന്ന് യോഹന്നാന് പൊരുൾ തിരിച്ചു കൊടുക്കുകയാണ് ദൂതൻ. അപ്പോ ഈ നിലവിളക്ക് എന്ന് പറയുന്നത് സഭകളെ പ്രദാനം ചെയ്യുന്നതാണ്. 7 തിരികൾ അല്ലെങ്കിൽ 7 വിളക്ക് ദൈവസഭയെ തന്നെയാണ് അത് പ്രദാനം ചെയ്യുന്നത് എന്ന് നമുക്ക് മറ്റൊരർത്ഥത്തിൽ പഠിക്കുവാനായിട്ട് കഴിയും. ഓയിലിന്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലോ. പ്രൈസ് ദി ലോർഡ്. തൽക്കാലം ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. അവിടെ പുരോഹിതന്റെ
ഉത്തരവാദിത്വം കൂടെ ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. പുരോഹിതന്റെ ഉത്തരവാദിത്വം എന്താണ്? പുരോഹിതന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കരിന്തിരി കത്താതെ നോക്കണം. കരിന്തിരി കത്തുന്നതിനെ എന്ത് ചെയ്യണം? കത്രിക കൊണ്ടുപോയി ഒന്ന് മുറിക്കണം. എന്നെ മുറിക്കുന്നത് എന്തിനാണ്, എന്നെ വെട്ടുന്നത് എന്തിനാണ് എന്ന് തിരിക്ക് ചോദിക്കുവാൻ പറ്റത്തില്ല കേട്ടോ. പുരോഹിതന്റെ കയ്യിലിരിക്കുന്നതായ കത്രിക, അത് വചനമെന്ന കത്രിക കൊണ്ടാണ് മുറിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവസഭയിൽ വചന ശുശ്രൂഷ വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. എന്ത് ചെയ്യണം? കരിന്തിരി കത്തുന്നതിനെ ഒക്കെ മുറിച്ചു മാറ്റണം. പ്രകാശത്തെ പുകയാക്കി മാറ്റുന്ന, വിളക്കിൽ നിന്ന് പുക വമിപ്പിക്കുവാൻ ഇടയാക്കുന്ന, അസ്വസ്ഥമാകുവാൻ ഇടയാക്കുന്ന വിഷയങ്ങൾ ദൈവവചനം എന്നതായ കത്രിക കൊണ്ട് അതെന്ത് ചെയ്യണം? മുറിച്ചു മാറ്റണം. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആ ദൈവവചനത്തിനകത്തെ പ്രകാശവും അതിന്റെ ആരാധനയും ശരിയായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഉതകുന്നതാണ് ആ നിലവിളക്കിന്റെ പ്രത്യേകത. ആ നിലവിളക്കിനെ കുറിച്ച് അല്പം കൂടെ ചിലത് നമുക്ക് അടുത്തയാഴ്ച ചിന്തിക്കാം. നമ്മുടെ ആരാധനയോടുള്ളതായ ബന്ധത്തിൽ അതിന് മാർമികമായ ഒരു സ്ഥാനമുണ്ട്. അത് മെറ്റീരിയലിസ്റ്റിക് മിനോറയായിട്ട് സമാഗമന കൂടാരത്തിൽ കാണുന്നത് അതൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയി ആലയത്തിലേക്ക് പ്രവേശിക്കുന്നവരിൽ അത് നിറഞ്ഞു നിൽക്കണം. അങ്ങനെ നിറഞ്ഞു നിൽക്കുവാൻ നമുക്ക് ഇടയായാൽ നമ്മൾ കൂടി വരുന്ന ഇടം പോഷണമായി മാറും. നമ്മുടെ കൂടി വരുന്ന ഇടം ആത്മീയ പ്രകാശമായി മാറും. അവിടെ ഇരുട്ടിന്റെ പ്രവൃത്തികൾക്ക് സ്ഥാനമില്ലാതെ വരും. സാത്താന്യ ആഴങ്ങൾക്ക് പ്രവർത്തിപ്പാൻ കഴിയാതെ വരും. ജയത്തിന്റെ ഉല്ലാസത്തിന്റെ ഈ ശബ്ദം ആലയത്തിൽ നിന്ന് മുഴങ്ങുവാനിടയായിട്ട് തീരും. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഇന്ന് കേട്ടതായ ദൈവത്തിന്റെ വചനം ശാന്തമായി നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരട്ടെ. കൽപ്പനാ ഭാഗമുണ്ട്, അത് സീനായി മലയുടെ മുകളിലാണ്. എന്നാൽ താഴ്വരയിലോ അത് അനുസരണ ഭാഗമാണ്. നാം കേൾക്കുന്നത് ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ അത് അഡോപ്റ്റ് ചെയ്യുവാൻ ഇടയാകട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. കർത്താവായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗീയ